ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് എല്ലാവരെയും ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ അല്പസമയത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന ദൈവവചനം എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്, whom being the brightness of his glory and the express image of his person, and upholding all things by the word of his power. പ്രിയരെ, നമ്മൾ വായിച്ച ഈ വചനത്തിൽ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്. അവൻ എന്ന് പറയുന്ന ക്രിസ്തു അവൻ്റെ പിതാവിൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്. ദൈവം തേജസ്സുള്ളവനാണ്. തേജസ് എന്ന് പറയുന്നത് ഒരിക്കലും നാശമില്ലാത്ത, ഒരിക്കലും ക്ഷയമില്ലാത്ത, ഒരിക്കലും ഇല്ലാതാകുന്നതല്ല, എന്നേക്ക് നിലകൊള്ളുന്നതാണ്. ആ ദൈവത്തിൻ്റെ പ്രഭയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ക്രിസ്തു ദൈവത്തിൻ്റെ പ്രഭയാണ്. ആ തേജസ്സിൻ്റെ പ്രഭയാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും കഴിയും. അതുപോലെ തത്വത്തിൻ്റെ മുദ്രയാണ്. ദൈവം എന്ന വലിയ തത്വത്തിൻ്റെ മുദ്രയാണ്. അതിൽ ആ മുദ്രയ്ക്ക് പറയുന്ന പേര് ക്രിസ്തു എന്നാണ്. മാത്രമല്ല, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ ആകുകൊണ്ട്, ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തു മുഖേനയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ദൈവം എല്ലാത്തിൻ്റെയും കാരണഭൂതനായിരിക്കുമ്പോൾ അതിന് മുഖാന്തരമായ ക്രിസ്തു, വചനമായിരുന്ന ക്രിസ്തു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ മുഖാന്തര സകലത ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല എന്ന് നമ്മൾ ദൈവവചനത്തിൽ അറിയുമ്പോൾ, ആ ക്രിസ്തുവിൻ്റെ വചനം സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുകയാണ്. കഴിഞ്ഞ 2025 മുഴുവനും ദൈവം നമ്മെ വഹിച്ചു. 2026 നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ ഒരു വർഷം മുഴുവനും അവൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ നമ്മളെ വഹിക്കുന്നവനാണ്. നമ്മളെ നരയ്ക്കുവോളം ചുമക്കുന്ന ദൈവം, അമ്മയുടെ ഉദരത്തിൽ നാം പിണ്ടാകാരമായിരിക്കുമ്പോൾ മുതൽ നരയ്ക്കുവോളം ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കർത്താവ്, അവൻ നമ്മളെ വഹിക്കുന്ന ദൈവമാണ്. അവൻ ഭൂമിയെ വഹിക്കുന്നു. അവൻ ചന്ദ്രാദികളെ, നക്ഷത്രങ്ങളെ, ഗാലക്സികളെ, ഈ പ്രപഞ്ചത്തിലെ ലക്ഷോപലക്ഷം കോടാനുകൂടി നക്ഷത്രങ്ങളെ അവൻ വഹിക്കുന്നവനാണ്. ഈ ഭൂമിയിലെ ചരാചരങ്ങളെല്ലാം അവൻ വഹിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ അല്പവിശ്വാസികളായ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് നാളെക്കുറിച്ച് വിചാരപ്പെട്ട് ഭാരപ്പെട്ട് ദൈവത്തിൻ്റെ മഹത്വം അറിയാതെ വളരെ ടെൻഷനോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളി, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നമ്മൾ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊണ്ട് ആശ്വാസം പ്രാപിക്കാൻ പറഞ്ഞിരിക്കുമ്പോൾ, ആ ദൈവിക ചിന്തയിലേക്ക് നമ്മുടെ ഹൃദയം ഉണരട്ടെ. ഓരോ ദിവസവും നമ്മൾ നാളെക്കുറിച്ച് ഭാരപ്പെടുന്നു. എന്നാൽ ദൈവവചനം പറയുന്നു, നിനക്ക് അതത് ദിവസത്തിൻ്റെ ഭാരം മതി. ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, തത്വത്തിൻ്റെ മുദ്രയായിരിക്കുന്ന, തേജസ്സിൻ്റെ പ്രഭയായിരിക്കുന്ന, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്തെ വഹിക്കുന്നവനായ ക്രിസ്തു ഈ ഒരു വർഷം മുഴുവനും നമ്മുടെ എന്തെല്ലാം കാര്യാദികൾ മുന്നേ വന്നാലും അവിടെയെല്ലാം പുലർത്തുവാനും നടത്തുവാനും കഴിവുള്ളവൻ എന്ന് നാം ഉറക്കട്ടെ. ക്രിസ്തു ദൃഷ്ടിയുള്ളവരല്ല, ഒരു വിശാല ഹൃദയമുള്ളവരായി നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട അനുഭവങ്ങൾക്ക് തേജസ്സിൻ്റെ ഈ പ്രഭ വരുമ്പോൾ അതിനെ നമ്മൾ പ്രകാശപൂരിതമാക്കുവാൻ, തത്വത്തിൻ്റെ മുദ്രയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവൻ്റെ പദ്ധതികൾക്കൊന്നും ഒരു മാറ്റവുമില്ല. അവൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അതിന് ഉവന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് ആരാധന കൊടുത്തുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട്, നമുക്ക് ക്രിസ്തുവിനെയും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, സഹജീവികളെയും സ്നേഹിച്ചുകൊണ്ട് ദൈവമഹത്വത്തിൽ നിലകൊള്ളുക. കർത്താവ് ആ പദ്ധതിയിലേക്ക് നമ്മളെ നടത്തുമ്പോൾ ധൈര്യത്തോടെ ദൈവത്തിനോട് നിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, അവൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നവനാണെങ്കിൽ നിങ്ങളെയും വഹിക്കാൻ അവന് കഴിയും. നിന്റെ പ്രശ്നങ്ങളെ വഹിക്കാൻ അവന് കഴിയും. നിന്റെ ഭാരങ്ങളെ വഹിക്കാൻ കഴിയും. കർത്താവ് യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.
ആ വലിയ വാക്ക് നമുക്ക് ആശ്വാസവും ധൈര്യമാണ് പകരുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് അനാവശ്യമായ വ്യാകുലതകൾ കളഞ്ഞ് സകലത്തെയും ശക്തിയുടെ വചനത്തിൽ വഹിക്കുന്നവനായ ക്രിസ്തുവിൻ്റെ ആ വലിയ പദ്ധതിയിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവമത്വത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ രാത്രിയുടെ ഓരോ യാമങ്ങളിലും എല്ലാവരെയും നീ കാത്തു പരിപാലിക്കണം. ഇന്ന് ഈ വചനം കേൾക്കുകയും അത് അറിയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും അടിയൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അങ്ങ് നൽകണം. ഒന്നിനും കുറവുണ്ടാകാതെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അവരെ അനുഗ്രഹിക്കണം. മഹത്വത്തോടെ നടത്തിയാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.